ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ടോ? എല്ലാവരും നിങ്ങളെ തന്നെ നോക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ക്ലാസ് ടൈമിൽ കൈയൊന്ന് പൊന്തിക്കാൻ പോലും നിങ്ങൾക്ക് പേടിയാണോ? എങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാം. ആൻഡ് ഓണസ്റ്റ്ലി ഞാനും സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാൾ തന്നെയാണ്. ആൻഡ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് സോഷ്യൽ ആൻസൈറ്റി? ഇതെന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, അവരുടെ മുന്നിൽ നാണം കെടുമോ, മറ്റുള്ളവർ നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. നിങ്ങളും ഇത് അനുഭവിക്കുന്നുണ്ടാവും. ആൻഡ് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി സ്റ്റുഡൻസ്. സോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ ആൻസൈറ്റി വരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും എന്താണ് സംഭവിക്കുന്നത്, ആൻഡ് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളും, ആൻഡ് അതേപോലെ ഗ്രാജ്വലി സോഷ്യൽ സിറ്റുവേഷൻസിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുമൊക്കെയാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആൻസൈറ്റി. സോ അത് നമുക്ക് ഈ സോഷ്യൽ ആൻസൈറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നും ആൻഡ് അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നും. നിങ്ങളുടെ ആൻസൈറ്റി ട്രിഗർ ചെയ്യുന്ന ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് എന്നൊരു മോഡിലോട്ട് പോകും. ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ്. ശരിക്കും അവിടെ ഒരു ഡേഞ്ചർ ഉണ്ടാവില്ല, ബട്ട് നിങ്ങളുടെ ബ്രെയിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാണ്. സോ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും, ഹൃദയമിടിപ്പ് കൂടും, കൈ ചിലപ്പോൾ വിയർക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ചെറുതായിട്ട് വിറയ്ക്കാം, ചിലർ പെട്ടെന്ന് ബ്ലഷ് ആവും, ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്ത പോലെ ഫീൽ ചെയ്യും. മേ ബി നിങ്ങൾക്ക് നോസിയ പോലെ തോന്നാം, അല്ലെങ്കിൽ വയറിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യാം. ഇനി മെൻ്റലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ജെറ്റിൻ്റെ സ്പീഡിൽ പോകുന്ന പോലെ തോന്നാം. നിങ്ങൾക്ക് തോന്നാം എല്ലാവരും എന്നെ തന്നെ നോക്കുകയാണ്, ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയോ, ഞാൻ വേർഡാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ, ഇങ്ങനെ പല തോട്ട്സ് കയറി വരും. ആൻഡ് ചില സമയത്ത് എന്തെങ്കിലും പറയേണ്ട നേരത്ത് ടോട്ടലി മൈൻഡ് ബ്ലാങ്ക് ആവുകയും ചെയ്യും. ഇനി ഇത് ട്രിഗർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതുണ്ടാവാൻ കാരണമാവുന്ന സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും നിങ്ങളെ തന്നെ നോക്കുകയാണ് എന്ന് തോന്നാം. അറിയാത്ത ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും സംസാരിക്കാൻ കഴിയാതെ പോവുക, അല്ലെങ്കിൽ ക്ലാസ്സിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ എന്തെങ്കിലും കാര്യം ചോദിച്ചാലോ ഒക്കെ ഒരു ഫിയർ ഉണ്ടാവുന്നു. ഒരാളെ ഫോണിൽ വിളിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് ലഞ്ച് കഴിക്കേണ്ടി വരുമ്പോൾ വരെ നിങ്ങൾക്കത് ഭയങ്കര ഓക്വേർഡ് ഓർ ഓവർവെമിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശരിക്കും ബ്രെയിൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, ബട്ട് കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആയി പോവുകയാണ്. ദാറ്റ്സ് ദ പ്രോബ്ലം. ബട്ട് ഡോണ്ട് വറി, നമുക്ക് ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കാം അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. സോ ഇനി നമുക്ക് സോഷ്യൽ ആൻസൈറ്റി വരുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. റൈറ്റ് ഇൻ ദ മൊമെൻറ്റ്. ഫസ്റ്റത്തെ കാര്യം ബ്രീത്തിങ് ആണ്. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യവും എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്, ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. നിങ്ങൾ ആൻഷ്യസ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവും, അത് ആൻസൈറ്റി കൂട്ടാനായിട്ട് കാരണമാവും. സോ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്ക്. ഇതിനെ 4-7-8 ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ മൂക്കിലൂടെ 4 വരെ കൗണ്ട് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ആൻഡ് അതൊരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ഒരു 8 സെക്കൻഡ് കൗണ്ട് ചെയ്തുകൊണ്ട് വായിലൂടെ ശ്വാസം പുറത്തു വിടുക. നമുക്കിപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 4 സെക്കൻഡ് ഇൻഹെയിൽ, 7 സെക്കൻഡ് ഹോൾഡ് ആൻഡ് 8 സെക്കൻഡ് എക്സ്ഹെയിൽ. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻഹെയിൽ 1 2 3 4 ആൻഡ് ഹോൾഡ് 1 2 3 4 5 6 7 ആൻഡ് എക്സ്ഹെയിൽ 1 2 3 4 5 6 7 8. ദാറ്റ്സ് ഇറ്റ്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇനി നമ്മൾ ഗ്രൗണ്ടിങ് ആണ് നോക്കേണ്ടത്. ഈ സോഷ്യൽ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യും. എന്തൊക്കെ വേണ്ടാത്തത് ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ചിന്തിച്ച് കൂട്ടും. ബട്ട് ഗ്രൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതിനെ 5-4-3-2-1 ടെക്നിക് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ കഴിയുന്ന 5 കാര്യങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന 4 കാര്യങ്ങൾ കണ്ടെത്തുക, ടച്ച് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ, സ്മെൽ ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങൾ, ആൻഡ് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന 1 കാര്യവും കണ്ടെത്തുക. ഇത് നിങ്ങളുടെ ബ്രെയിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ആ ഇന്നർ വോയിസിൽ വർക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരാളിങ്ങനെ പറയില്ലേ എല്ലാവരും നിന്നെ ജഡ്ജ് ചെയ്യാണ് എന്ന്, ആ വോയിസ്. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ സ്വന്തം കാര്യത്തിൽ വളരെ ബിസി ആയിരിക്കും. അവർക്കിപ്പം നിങ്ങളെ നോക്കിയിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല, സീരിയസ്ലി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഗ്രൂപ്പിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാവരും. സോ എല്ലാവരും എന്നെ തന്നെ നോക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ ശ്രദ്ധിക്കാനൊന്നും ആർക്കും സമയമില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, ആ ഒരു മൈൻഡ് ഉണ്ടായാൽ മതി. ഇനി ഒരു ക്വിക്ക് ബോഡി ലാംഗ്വേജ് ട്രിക്ക് കൂടി പറഞ്ഞുതരാം. കുറച്ചൊന്ന് ടാളായിട്ട്
ആയിട്ട് നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുക. അങ്ങനെ നമ്മളുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യാൻ പറ്റും. ബ്രെയിൻ വിചാരിക്കും നിങ്ങൾ ശരിക്കും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന്. അപ്പോൾ ആൻസൈറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയാൻ തുടങ്ങും. ഗ്രാജുവൽ എക്സ്പോഷർ ടെക്നിക്സ്. ഇനി നിങ്ങളുടെ സോഷ്യൽ കോൺഫിഡൻസ് മസിലിനെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാം. ആൻഡ് ഓർക്കുക, ഇതൊരു ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കും. ഈ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പോലെ ടൈം ആൻഡ് എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. പതുക്കെ പതുക്കെ, ഗ്രാജുവലി. ഇതൊരു ലാഡർ പോലെ ചിന്തിച്ചാൽ മതി. ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈസി ആയിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് ചെയ്യാം. ആൻഡ് ടോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നും തുടങ്ങണം ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടോപ്പിലേക്ക് കയറി പോകണം. ഫസ്റ്റ് ലെവലിൽ ഒരു ചലഞ്ച് തരാം. നിങ്ങളിനി ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ്യറെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിളാണ്. ആൻഡ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാം. ബട്ട് വാട്ട് എവർ, യു ഹാവ് ടു ഡു ഇറ്റ്. ചലഞ്ച് യുവർ സെൽഫ്. സെക്കൻഡ് ലെവലായിട്ട് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് പോയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് വഴി ചോദിക്കാം. അല്ലെങ്കിൽ ഒരാളിട്ട ഡ്രസ്സിന് അയാളെ കോംപ്ലിമെൻറ്റ് ചെയ്യാം, നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം. അങ്ങനെ ചെറിയ ചെറിയ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നിങ്ങൾ നടത്തുക. ഇതൊന്നും ഒട്ടും റിസ്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങളങ്ങനെ കംഫർട്ടബിൾ ആവും തോറും പിന്നെ ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യുക. ക്ലൈമറ്റിനെ പറ്റി സംസാരിക്കാം, വീക്കെൻഡ് പ്ലാൻസിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ കുറേ കൂടി നേരം സംസാരിച്ചിരിക്കുക. ബട്ട് ഒരിക്കലും നിങ്ങളെ കൂടുതൽ പ്രഷർ ചെയ്യരുത്. ലൈറ്റായിട്ട് ചെയ്യുക. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. യെസ്, ഇപ്പോൾ നിങ്ങളൊരാളുടെ അടുത്ത് നിങ്ങളെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് കണ്ണാടിന് മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് അപ്പുറത്തൊരാൾ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ കണ്ണാടി നോക്കി സംസാരിക്കുക. ഞാൻ ഇൻ്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്തത് അങ്ങനെയാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ്, സിബ്ലിങ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഹെൽപ്പും ചോദിക്കാം. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഇത് ഗ്രാജുവലി ബിൽഡ് ആവുന്നൊരു കാര്യമാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിക്കില്ല. സോ കീപ് പ്രാക്ടീസിങ്. ലോങ് ടേം സ്ട്രാറ്റജീസ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഈ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബിഗ്ഗർ പിക്ചർ സ്ട്രാറ്റജീസ് കൂടി നോക്കിയാലോ? അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പിൽ ജോയിൻ ആവുക എന്നത്. അതായത് ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വോളണ്ടിയറിങ് ചെയ്യാം, എക്സെട്ര. അതായത് നിങ്ങളിപ്പോൾ ഗെയിമിംഗ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റീസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങളെപ്പോലെ ഗെയിമിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യാനും സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാം. വേറൊരു കാര്യം, മറ്റുള്ള ആളുകൾ സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ഒബ്സേർവ് ചെയ്യുക, അവരെ കണ്ടു പഠിക്കുക. ഒരു ജഡ്ജി ആയിട്ടുള്ള രീതിയിലല്ല കേട്ടോ, ബട്ട് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കുക. എങ്ങനെ അവർ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓക്വേർഡ് സിറ്റുവേഷൻസിനോട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, സൈലൻസ് വരുമ്പോൾ അവരതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും നിങ്ങളെപ്പോലെ കാര്യങ്ങൾ 1 by 1 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. നെക്സ്റ്റ് കാര്യം ജേർണലിംഗ് ആണ്. യെസ്, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സോഷ്യൽ ആൻസൈറ്റി അനുഭവിക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതാം. നിങ്ങളപ്പോൾ എന്തൊക്കെയായിരുന്നു ചിന്തിച്ചത്, അതിൽ നിന്നും എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ആൻഡ് ഓവർ ടൈം നിങ്ങൾക്ക് അതിൽ നിന്ന് ചില പാറ്റേൺസ് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തത് എന്നും ആൻഡ് അതെങ്ങനെ നെക്സ്റ്റ് ടൈം ഒഴിവാക്കാം എന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. യെസ്, ആൻഡ് പ്ലീസ് ഗൈസ്, പ്ലീസ് ബി കൈൻഡ് ടു യുവർ സെൽഫ് ഇൻ ദിസ് പ്രോസസ്. ഈ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു കാര്യം അല്ല. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവുന്ന ദിവസങ്ങൾ വരും. അതേപോലെ ചില ദിവസങ്ങളിൽ നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് ആയിരിക്കില്ല. ബോത്ത് ആർ നോർമൽ. ഒരിക്കലും പേടി ഉണ്ടാവരുത് എന്നാവരുത് ലക്ഷ്യം. പകരം ഈ പേടി അല്ലെങ്കിൽ ഈ ആൻസൈറ്റി നിങ്ങളുടെ നല്ലൊരു ലൈഫ് ജീവിക്കുന്നതിൽ നിന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ അനുവദിക്കില്ല. എന്തായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം? ഓക്കെ, വെൻ ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ സോഷ്യൽ ആൻസൈറ്റി വളരെ കൂടുതലാണ്. അത് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ദെൻ ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുന്നത് നന്നായിരിക്കും. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ ആൻസൈറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് നിങ്ങളെ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ബിക്കോസ് ഞാനൊരു തെറാപ്പിസ്റ്റോ കൗൺസിലറോ ഒന്നുമല്ല. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് തേടാം. അതിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. ഫിസിക്കൽ ഹെൽത്ത് പോലെ നമ്മൾ മെൻ്റൽ ഹെൽത്തും നോക്കാൻ പഠിക്കണം. സോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഇഫ് യു നീഡ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ സോഷ്യൽ ആൻസൈറ്റി എന്താണെന്നുള്ളതും സോഷ്യൽ ആൻസൈറ്റി വരുമ്പോൾ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. Thank you so much for your time. Have a nice day.